ഫൈനലി എൻ്റെ വീട്ടിൽ വെറുതെ ഒറ്റയ്ക്കിരുന്നപ്പോൾ ചെറുങ്ങനെ വിശപ്പൊക്കെ തോന്നി. അപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് പോയി നോക്കിയപ്പോൾ ഒരു വലിയൊരു ബോക്സ് ഉണ്ട് ഗൈസ്. ഓണമൊക്കെയല്ലേ, എന്തെങ്കിലുമൊക്കെ കനത്തിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, ആർത്തിമൂത്ത് പണ്ടാരടങ്ങിയോണ്ട് ഞാൻ ആ ബോക്സിന് നേരെ ഉന്നം വെച്ചങ്ങ് പോയി. പക്ഷേ വളരെ വൈകാതെ തന്നെ ഞാൻ ആ സത്യം മനസ്സിലാക്കി. ബോക്സിനകത്ത് തിന്നാനുള്ള സ്നാക്സ് ഐറ്റം അല്ലായിരുന്നു, മറിച്ച് അതിനകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വേറെന്തൊക്കെയോ ചില പൊടികളുമായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും കാണില്ലേ, പലഹാരത്തിന് പകരം പല പല പൊടികളും വച്ച് പറ്റിക്കുന്ന അമ്മമാർ. അപ്പം നിങ്ങളും ഞാനും ഒക്കെ വളർന്നത് ഒരേ ടൈപ്പിലാണെന്ന് ഇപ്പം മനസ്സിലാക്കാം. ഓക്കെ, എന്നാൽ പിന്നെ ഈ ഡബ്ബ അങ്ങോട്ട് എടുത്തെടുത്ത് തന്നെ വെച്ചേക്കാം. ഇത് എടുത്തൊന്നും പറ്റിക്കപ്പെട്ടൊന്നും അറിയാൻ പാടില്ലല്ലോ. ശരി, ഇനിയിപ്പോൾ വിശപ്പ് ഏതായാലും ഉണ്ട്, എന്നാൽ പിന്നെ ചോറങ്ങ് കഴിച്ചേക്കാം. ചോറിനാണെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ നല്ല മുളകിട്ട മീൻ കറിയും നല്ല മത്തി പൊരിച്ചതുണ്ടായിരുന്നു. അപ്പം മീനൊക്കെ നല്ല വെടിപ്പായി തിന്നിട്ടുണ്ട്. കണ്ടില്ലേ എത്ര ക്ലീൻ ആയിട്ടാണ് ഞാൻ തിന്നത്. ഇതൊരു മുട്ടായിയാണ്. ഇത് കഴിച്ചവരാരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ കൂടെ വേറെ 2 ക്യാൻഡീൻ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതെൻ്റെ മൂത്തപ്പൻ തന്നതാണ് എനിക്ക്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു ലിച്ചി ഫ്ലേവറുള്ള ഒരു ക്യാൻഡീസ് ആണ്. അതും കഴിച്ച് ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഞാൻ വേറെ വീഡിയോ ഇടാം. ഓണമൊക്കെ അല്ലേ, സോ നല്ലൊരു ഹോം മെയ്ഡ് സ്കിൻ കെയർ ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സ്കിൻ. പിന്നെ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ മീൻ മുട്ടയാണ്. നാട്ടിൽ വന്നാൽ എനിക്ക് കഴിക്കണം തോന്നിയിട്ടുള്ള സാധനം ഇതാണ്.